എനിക്ക് നിന്നെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റൂല. എത്ര സമൂഹം പൊറ്റിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ്. എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് വരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കും. ഇൻഷാ അല്ലാഹ്. നമ്മൾ ഈ കവർന്ന് എല്ലാ സാധനവും പുറത്തെടുത്തിട്ടില്ല. കുറച്ചൊക്കെ നമ്മൾ ഇതിന്ന് ഇങ്ങനെ കാണിച്ചപ്പോ നമുക്ക് മെയിൻ ആയിട്ടില്ലേ അത്തറ്, സെന്റ് അല്ലെ, ഇതൊക്കെ നമ്മൾ അടിച്ചു വരുമ്പോ നമ്മളെ മക്കളാവും നല്ല വൃത്തിയും വെടിപ്പിലാണ് വരിക. ഇത് വായിൽ വരെ ആക്കിയിട്ടാണ് അവർ വരുന്നത്. അതോടൊപ്പം തന്നെ വായിൽ ചവച്ചരക്കാൻ ഫ്രഷ് ഫ്രൂട്ട്, ചുയിങ്കം, ഇതൊക്കെയാണ് ഈ ഒരു കവറില് അവര്. അസ്സലാമു അലൈക്കും. ബ്ലോഗർ ജസ്ന ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഒരുമ്മക്കൊരു മകനെ പേടിച്ച് കഴിഞ്ഞു വരുന്ന അവസ്ഥ, ഒരു സാഹചര്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. പണിക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോവലുണ്ട്. പക്ഷേ രാത്രി വൈകിയൊക്കെ എത്താറുള്ളു. പക്ഷെ നമുക്ക് കൂടെ പോകാനൊന്നും കഴിയില്ലല്ലോ. പല നാളിൽ പല ആൾക്കാർ പല സംശയാസ്പദമായി പറഞ്ഞിട്ടുണ്ട്, കുട്ടി അങ്ങനെയാണ്, കുട്ടി ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ മക്കളെ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. ഉമ്മാനോട് എന്താ പറഞ്ഞെന്ന് കഴിഞ്ഞാല്, ഞാൻ ഒരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട്. പൊതി മാത്രമല്ല, ഇതിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിത് നിയമപാലകരെ എത്തിച്ചിട്ടുണ്ട്. പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ. കാരണം നമുക്കത് സൂക്ഷിക്കുക പ്രായോഗികമല്ല, നിയമത്തിന് വിധേയമല്ലല്ലോ. അപ്പൊ ഞാനത് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, നിയമത്തിന്റെ മുന്നിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഒരു അടുത്ത ചാനലിൽ, ഒരു പ്രമുഖ ചാനലിൽ വന്നൊരു ന്യൂസ് കണ്ടപ്പോ എനിക്ക് മോളെ വിളിക്കണമെന്ന് തോന്നി. എന്റെ മോനെ പോലെ പല കുട്ടികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ഇനിയും മറ്റു കുട്ടികളുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ. കാരണം ഇതിനൊക്കെ ഓരോ കോഡ് ഭാഷയുണ്ട്, ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും നമ്മളെ മക്കളല്ലേ, ഇത് വേറൊന്നും ആയിരിക്കൂലെന്ന്. പക്ഷെ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ്. അപ്പം അതിനെക്കുറിച്ചൊന്നും മോളോട് പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ. ശരിക്കും നമ്മള് ഒരിക്കലും നമ്മളെ മക്കൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അറിയില്ല, നിങ്ങൾ തന്നെ നിങ്ങളെ മോനെ പറ്റിയിട്ട് കേട്ടിട്ട് പോലും അത് വിശ്വസിച്ചിട്ടില്ല. ഇല്ല. പിന്നെ ഇങ്ങനെ ഒരു പൊതി കിട്ടിയ സമയത്ത് ശരിക്കും എന്താണ് വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു? പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് പേടിയായിരുന്നു. പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു. എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം എനിക്കിവിടെ പറയാൻ കഴിയൂല. ഞാനൊരു ഉമ്മയല്ലേ. അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഡെയിലി ഓരോ ദിവസം അവൻ കൂടി വരികയല്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല. അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മയെ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞൂടാ, അമ്മയെ തിരിച്ചറിഞ്ഞൂടാ. സമൂഹത്തെ കൊലപാതകം, പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. 21 വയസ്സായ മോനിൽ നിന്ന്. അപ്പൊ നമ്മള് എത്ര ബോധവൽക്കരണ ക്ലാസ്സുകൾ കേട്ടാലും, എത്ര കാര്യങ്ങൾ കണ്ടുപഠിച്ചാലും, ഇനി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഉമ്മയാണ് നമ്മളോട് പച്ചയായിട്ട് നിന്ന് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, ഇതുപോലെയുള്ള ആളുകൾക്ക് ബോധവൽക്കരണം എന്നുള്ള നിലയിൽ മാത്രം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ? എനിക്ക് സമൂഹത്തോടും മറ്റുള്ള ഉമ്മമാരോടും പറയാനുള്ളത്, കാരണം നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ മക്കളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത്. അപ്പോൾ നമ്മളെ മക്കളെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും, അത് ഇപ്പൊ സ്മെല്ലില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയലുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഏതെങ്കിലും ആൾക്കാരെയൊക്കെ അറിഞ്ഞ് അത് നമ്മളെ കുട്ടികളൊന്ന് നേരെയാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടതുപോലെ ഇനി ഒരു ഉമ്മക്ക് ഒരു എനിക്ക് ആശ്രയാവേണ്ട ഒരു കാലത്ത് ഞാൻ ഇന്ന് ഒറ്റപ്പെട്ടുപോയി. എന്റെ മോനെ അത്രയും സ്നേഹിച്ചിട്ടുള്ള ഉമ്മമാരൊക്കെ ഒരുപാടുണ്ടാവും. അതെ, തീർച്ചയായിട്ടും ഇത് ഒരുപാടുണ്ടാവും. ഇതിന്റെ മാത്രം ഒരു അവസ്ഥയല്ല ഇത് ഒരുപാട് സമൂഹത്തില് പറഞ്ഞത് വല്ലാത്തൊരു വല്ലാത്തൊരു ചതി തന്നെയാണ്. നമ്മൾ ഈ കവർന്ന് എല്ലാ സാധനവും പുറത്തെടുത്തിട്ടില്ല. കുറച്ചൊക്കെ നമ്മൾ ഇതിന്ന് ഇങ്ങനെ കാണിച്ചപ്പോ നമുക്ക് മെയിൻ ആയിട്ടില്ലേ അത്തറ്, സെന്റ് ഇതൊക്കെ നമ്മൾ അടിച്ചു വരുമ്പോ നമ്മളെ മക്കളാവും നല്ല വൃത്തിയും വെടിപ്പിലാണ് വരിക. ഇത് വായിൽ വരെ ആക്കിയിട്ടാണ് അവർ വരുന്നത്. അതോടൊപ്പം തന്നെ വായിൽ ചവച്ചരക്കാൻ ഫ്രഷ് ഫ്രൂട്ട്, ചുയിങ്കം, ഇതൊക്കെയാണ് ഈ ഒരു കവറിൽ അവര് പുറമെ കാണിക്കാൻ വേണ്ടി വെക്കുന്ന സാധനങ്ങള്. അപ്പൊ ഇത്തരം മക്കളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാത്രി നേരം വൈകി വരിക, അതുപോലെ രാത്രി എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്കത് വിശപ്പില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മക്കൾ പറയുമ്പോ നമ്മള് ഒന്നുകൂടി ബോധവാന്മാരാവണം. കാരണം ഈ ഉമ്മയുടെ അനുഭവം കൂടിയാണ് അത്. അതെ, രാത്രി കാലങ്ങളിൽ വരുമ്പോ പറയലുണ്ട് എനിക്ക് ഫുഡ് വേണ്ട പറയും. അപ്പൊ ഫുഡ് വേണ്ട പറഞ്ഞ് വന്നാ പിന്നെ നമ്മൾ ഇങ്ങോട്ട് ചെല്ലൂലല്ലോ ഒന്നിനും. മറ്റേ നമ്മളിപ്പോ വെള്ളം എടുക്കുക, നമ്മളെ കുട്ടികളല്ലേ, നമ്മളൊന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മൾ അടുത്ത് ചെല്ലാനൊക്കെ ശ്രമിക്കുമ്പോൾ എന്തായാലും ഇതിന്റെ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ. അപ്പം താമസിച്ച് വന്നിട്ട് വേഗം കയറി കിടക്കും ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളെ നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചാൽ
പറഞ്ഞാല് കുറച്ചെങ്കിലും നമുക്കൊരു തണലാവേണ്ടവരാണല്ലോ, പ്രത്യേകിച്ച് ആ മക്കള്. അപ്പൊ നമ്മൾ അവരെ കുറിച്ച് ഇങ്ങനെ ദുഃഖിക്കാതിരിക്കാൻ ഇൻഷാ അല്ലാ എല്ലാ ഉമ്മമാരും ശ്രദ്ധിക്കുക എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുള്ളൂ ഇതിൽ. അപ്പൊ അതുപോലെ തന്നെ സ്കൂളിൽ പോണ മക്കളാണെങ്കിൽ സത്യം പറയാലോ, ഒരു 9ാം ക്ലാസ് തൊട്ടിട്ടുള്ള മക്കളെ കാര്യമാണ് പറഞ്ഞത്. സ്കൂളിന്റെ പരിസരങ്ങളിലൊക്കെ ഇന്ന് നല്ല അവൈലബിൾ ആയിട്ട് ഇത് കിട്ടുന്നുണ്ട്, അതിന് തെളിവുകളും ഉണ്ട്. അപ്പൊ ഒരുപാട് മാഷന്മാരും സ്കൂളിന്റെ അധികൃതരും ഒക്കെ ഇതിനെതിരെ പ്രയത്നിക്കുന്നുണ്ട്. എത്രത്തോളം പ്രയത്നിച്ചാലും നമുക്കറിയാലോ, ഇപ്പൊ നന്മയെക്കാള് തിന്മ ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്ന ഒരു സമൂഹത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ സ്വന്തം പ്രസവിച്ച് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി നമുക്കൊരു തണലാവേണ്ട ഒരു വൃക്ഷമാകുമ്പോഴത്തേക്ക് അതിന്റെ മണ്ടായിട്ട് പോകുമ്പോൾ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ഉമ്മമാർക്കും ഒരു അമ്മമാർക്കും സഹിക്കാൻ പറ്റൂല. അതെ, മോൾ എന്നെ അത്രയും സമാധാനപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്ന് പറയണത്. അപ്പോൾ ഇനി ഇതുപോലുള്ളൊരു തലമുറകൾ നമ്മളെ സമൂഹത്തിൽ വരാതിരിക്കാൻ നമുക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഞാനോ നിങ്ങളോ ഒന്ന് ശ്രമിച്ചുകൊണ്ട് മാത്രമല്ല, ഇത് കാണുന്ന അധികാരികൾ, ഇത് കാണുന്ന എല്ലാ ഉമ്മമാരും എല്ലാ മാതാപിതാക്കളും ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുക്കണം. ആൺകുട്ടികളെ നല്ലതുപോലെ ശ്രമിക്കുക. എനിക്ക് പറ്റിയ ഈ ഒരു അവസ്ഥ ഇനി ഒരു ഉമ്മാക്കും പറ്റാതിരിക്കട്ടെ. എന്ന് പറഞ്ഞാലും ദേഷ്യപ്പെടുക, നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അലസമായിട്ടിരുന്ന് കേൾക്കുക, നമ്മൾ പറയുന്നത് മൈൻഡ് ചെയ്യണില്ല. അങ്ങനെയാണ് എനിക്ക് കൂടുതൽ സംശയം തോന്നിയത്. കാരണം ഒരു വസ്തു ഇപ്പം ഉദാഹരണം പറഞ്ഞ ഒരു സിഗരറ്റ് വലിക്കുന്ന ആൾക്ക് ഉണ്ടാവണ ഒരു മാറ്റമല്ല ഇത്. ഇങ്ങനെ ഇത്രയും ഡേഞ്ചർ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോ കുട്ടി കുറെ സമയം അവന്റെ പേര് വിളിച്ചാലും കുട്ടി എന്താ കാട്ടം മിണ്ടാതിരിക്കുക. ഞാൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞാലും ദേഷ്യപ്പെട്ടാലും അവന് ദേഷ്യം മാത്രം ഉണ്ടാവുക, കയ്യിലിരിക്കുന്ന സാധനം വലിച്ചെറിയുക, ഇരുട്ടത്ത് മാത്രം കിടക്കുക, പിന്നെ ഇരുട്ട് കൂടുതൽ ഇഷ്ടം. പിന്നെ ചെറിയ ശബ്ദം കേട്ട അടുത്ത അയൽവാസി, ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി, അടുത്ത വീട്ടിലൊരു അയൽവാസി കുട്ടിയുടെ മോളെ കാലിൽ പാദസരം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് നല്ല വെള്ളി പാദസരം, നല്ല കിലുക്കുണ്ടായിരുന്നു. 3 വയസ്സായ കുട്ടിയാണ്. അപ്പൊ ഈ 3 വയസ്സായ കുട്ടി പാദസരം ഇട്ടിട്ട് വന്നപ്പോ ഓൻ അതിനെ ഒച്ച പിടിച്ചില്ല. അങ്ങനെ ഈ കുട്ടിയെ ഓൻ തല്ലാൻ വേണ്ടി പോവാണ്. ചെറിയ കുട്ടിയാ, അങ്ങനെയൊന്നും കാണിക്കാത്ത ആളാണ്. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ കൂടുതൽ അവനെ വാച്ച് ചെയ്ത് നിരീക്ഷിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് അവസാനം ഞാൻ ഇത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോ ഇട്ടെറിഞ്ഞു പോയി അവസാനം. കാരണം ഇത് ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. മോനല്ലേ, തള്ളിക്കളയാൻ പറ്റൂലല്ലോ പെട്ടെന്ന്. കുറെ ഉപദേശം കൊടുത്തിട്ടുണ്ട്, മോനെ എനിക്ക് ആരുമില്ല, നീയാണ് എന്റെ ആശ്രയം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ പറയില്ല ഞാൻ അങ്ങനെ ചെയ്യൂലെന്ന്. പക്ഷെ അടുത്ത ആഴ്ച അവൻ അതിനേക്കാളും ഉപരി ലഹരി വസ്തുക്കൾ കൂട്ടുകെട്ട് മെയിൻ ആയിട്ട് ഇതിലേക്കൊക്കെ പെട്ടു പോകുന്നത്. കൊടുക്ക ഒരുപാട് ആളുകൾ കൂട്ടുകെട്ടിൽ പെട്ടിട്ട് എനിക്കിത് എവിടുന്നാണ് മോന് കിട്ടണേന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയത് മാത്രമല്ല, അങ്ങനെ ഒരു ഫോൺ കോള് മോന്റെ ഫോണിലോട്ട് വന്നപ്പോ ഞാൻ എടുത്തിട്ട് ഈ വിളിച്ച ആളോട് പറഞ്ഞ് എന്റെ മോനെ നിങ്ങൾ നശിപ്പിക്കരുത്, എനിക്ക് വേറൊരാളില്ല, ആശ്രയം എനിക്ക് എന്റെ മോനാണുള്ളതെന്ന് പറഞ്ഞപ്പോ തിരിച്ചുള്ള മറുപടി, ഞങ്ങളിത് വിൽക്കാനാണ് ഇരിക്കണത്, നിങ്ങളെ മോനെ മര്യാദ പഠിപ്പിക്കേണ്ടത് നിങ്ങളാണെന്ന്. അപ്പൊ അത്രത്തോളം നമ്പർ കൈമാറിയോ? അതൊക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൈമാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇതുപോലുള്ള ഒരു ഉമ്മമാരും കരയാതിരിക്കട്ടെ. കാരണം ഒരു ഉമ്മയുടെ വേദനയാണ് നമ്മൾ നേരെ സാക്ഷിയായിട്ട് കാണുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ പൊതിയില് നമ്മള് ഒരുപാട് സാധനങ്ങളുണ്ട്, നമുക്ക് കാണിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കുറെ എണ്ണം നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതൊക്കെ അവന്റെ ഉമ്മനെ അവർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഈ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഈ ഉമ്മയുടെ കരച്ചിൽ നമ്മളൊക്കെ കേട്ടതാണ്. അപ്പൊ ആ ഉമ്മ സ്വന്തം മകന് വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാ ഉമ്മമാരിലേക്കും ഉപ്പമാരിലേക്കും ആരൊക്കെങ്കിലും ആയിക്കോട്ടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഏതെങ്കിലും മക്കൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരാൻ ഈ ഒരു വീഡിയോ പ്രചോദനമാവട്ടെ. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അമ്മ ആഗ്രഹിച്ച പോലെ ആ പൊന്നു മോനെ തിരിച്ച് നല്ലൊരു മോനായി പഠിച്ചോന് കൊടുക്കട്ടെ. അതുപോലെ തന്നെ ആ അമ്മ ഈ സമൂഹം അറിയണം, ഇനിയുള്ള തലമുറകൾ അങ്ങനെ സംഭവിക്കരുത്. അത് വിചാരിച്ചിട്ടാണ് അമ്മ എല്ലാ സംഭവങ്ങളൊക്കെ പുറത്ത് വെളിപ്പെടുത്താൻ ജസ്ന എന്ന വ്ളോഗറെ വിളിച്ചിട്ട് ലോകം മൊത്തം അറിയട്ടെ എന്ന് വിചാരിച്ചു. എന്താ സമൂഹം അതാണ്. കാരണം നമുക്ക് തന്നെ നമ്മളെ മക്കൾ എവിടെ പോകുന്നു എന്ത് പോകുന്നു നമ്മളാരും അന്വേഷിക്കുന്നില്ല. എനിക്കുണ്ട് മക്കൾ, എല്ലാവർക്കും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ട്. പഠിച്ചോ എല്ലാ മക്കളെ തൊട്ട് കാത്ത് രക്ഷപ്പെടുത്തിട്ട് ഞങ്ങൾ അങ്ങനെയുള്ളൊരു ദുശീലങ്ങളൊക്കെ നമ്മളെ മക്കൾ പോവാതിരിക്കട്ടെ. നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക. അമ്മാൻ്റെ കണ്ണിൽ പഠിച്ചോ മാറ്റി കൊടുക്കട്ടെ. നല്ലൊരു മോനായി തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.